സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറാൻ ഇവിടുത്തെ MVDക്കും പോലീസുകാർക്കും ഒക്കെ വല്ലാത്തൊരു ഉത്സാഹമാണ്. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊന്ന് സിഗ്നൽ വെട്ടിച്ചൊന്ന് പോവുകയോ, റെഡ് സിഗ്നൽ ഇടുമ്പോൾ നമ്മളൊന്ന് പോവുകയോ, പോകാൻ പാടില്ല, അത് തെറ്റാണ്, പക്ഷെ പോവുകയോ, നമ്മൾ ഹെൽമറ്റ് വെക്കാതെ പോവുകയോ, 2 പേര് 3 പേര് ബൈക്കിലിരുന്ന് പോവുകയോ ചെയ്താലൊക്കെ ഇവന്മാർ നമ്മുടെ നെഞ്ചത്ത് കിടന്ന് ആറാടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ പണം കൊണ്ട് ഖജനാവ് നിറച്ച് പലർക്കും അത് കട്ടുമുടിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു 30-ാം തീയതി, ഒരു 25-ാം തീയതി ആകുമ്പോൾ ഇവന്മാരങ്ങ് കൂടോടെ ഇളകും. കേരളത്തിലെ ജനങ്ങളെ അങ്ങ് നന്നാക്കി കളയാമെന്ന് പറയും. ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് പലരും ഭയന്ന് പുഴയിൽ ചാടിയിട്ടുണ്ട്. പിന്നെ വണ്ടി എടുത്ത് വളച്ച് പലരും പിന്നെ എന്താ പറയുക, വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. MVD എന്ന് പറഞ്ഞൊരു ബഹു സാധനമുണ്ട് ഇവിടെ. എന്നാൽ എല്ലാത്തിനും ബഹു ചേർത്ത് പറയണമല്ലോ ഇപ്പോൾ. അങ്ങനെ MVD എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടെ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ആരുടെ നെഞ്ചത്ത് കയറാമെന്നാണ് ഇവരുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ, ഞങ്ങളാണ് പിന്നെ റോഡിലിറങ്ങുന്ന ജനങ്ങളുടെ മുഴുവൻ സംരക്ഷകർ, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷെ മറ്റുള്ളവർ ചെയ്താൽ ഞങ്ങളിവിടെ പിന്നെ അങ്ങ് തീർത്ത് കളയും, പിന്നെ പിന്നെ വൈരാഗ്യം വെച്ചു. എന്താ സാറേ ഇങ്ങനെയല്ലല്ലോ നിയമമെന്ന് ചോദിച്ചാൽ പിന്നെ അവൻ്റെ കുടുംബം വരെ തുളയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത്രയും നല്ല മനുഷ്യപ്പറ്റുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ പോലീസുകാരും MVDക്കാരും എന്നൊക്കെ പറയുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു സംഭവമാണ്. 3 പേര് പോയതിൽ പിന്നെ ഹെൽമെറ്റില്ല, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, 3 പേർ ബൈക്കിൽ പോയി. അപ്പോൾ പോലീസ് തടഞ്ഞു നിർത്തി. എന്നിട്ട് പിന്നെ പെറ്റി അടയ്ക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പെറ്റി അടയ്ക്കാൻ അപ്പം തന്നെ അടയ്ക്കണമെന്നൊന്നുമില്ല, അത് ദിവസം കൊടുത്തിട്ടുണ്ട്, ആ ദിവസത്തിനകം അടച്ചാൽ മതി എന്നാണ്. പക്ഷെ പോലീസുകാർക്ക് അപ്പം തന്നെ നമ്മൾ പെറ്റി അടയ്ക്കണം. ഇവർക്ക് പിന്നെ 1 വേ കൂടെ പോവാം, ഇവർക്ക് പിന്നെ U-ടേൺ ഇല്ലാത്ത സ്ഥലത്തൂടെ U-ടേൺ എടുത്ത് പോവാം, ഇവർക്ക് പിന്നെ എന്താ പറയുക, പിന്നെ ആംബുലൻസ് വരെ റെഡ് സിഗ്നലിൽ കിടന്നാൽ പോലും, ആംബുലൻസ് അങ്ങനെ കിടക്കാറില്ല, പക്ഷെ അവർ പോലും കിടന്നാൽ പോലും ഇവർക്കത് കിടക്കട്ടെ, ഇവർക്ക് പോയി. ഇനി VVIPകളാണ് എങ്കിൽ അവിടെയൊന്നും ആംബുലൻസിനൊന്നും ഒരു വിലയും ഇല്ലാണ്. ആദ്യം അത് കഴിഞ്ഞിട്ട് നീയൊക്കെ പോയാൽ നിൻ്റെയൊക്കെ ജീവൻ ഞങ്ങൾക്കൂടെ വലിയ വിഷയമൊന്നും അല്ല എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോ, ആ വീഡിയോ പ്രേക്ഷകർ ഒന്ന് കണ്ടേക്കും. കണ്ടല്ലോ. അതായത് സബ് കളക്ടർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ്, ഇത് കോട്ടയം മനോരമ ജംഗ്ഷനിലാണ്. സബ് കളക്ടർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ്, ഈ ബോർഡ് വെച്ചുകൊണ്ട് ഒരു വാഹനം റെഡ് സിഗ്നലിൽ കിടക്കുകയാണ്. ഈ വാഹനം കിടക്കുന്നത് ഇടയ്ക്കുന്നൊരു റോഡുണ്ട്. ഒരു 4 റോഡ് ചേരുന്നിടത്താണ്. ഒരു റോഡ് മേളിലോട്ടും, ഒരു റോഡ് താഴോട്ട് ഇറങ്ങി വരുന്നതും, ഒരു റോഡ് സൈഡിലോ ഇടത്തോട്ടും, ഒരു റോഡ് വലത്തോട്ടും. ഈ വലതുവശത്ത് കിടക്കുന്ന ഇടതുവശത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഈ സബ് കളക്ടറുടെ വാഹനം കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇടതുവശത്ത് വാഹനങ്ങൾ കയറി പോകണം, അതിന് പോലും സമ്മതിക്കാതെ ഇടയിൽ കൊണ്ടിട്ടാണ് ഈ വാഹനം കിടക്കുന്നത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചോ, റെഡ് സിഗ്നൽ കിടക്കുമ്പോൾ തന്നെ ഈ വാഹനം മുന്നോട്ട് പോവുകയാണ്. അതായത് ഞാൻ കളക്ടറാണ്, ഞാൻ ഇവിടുത്തെ കളക്ടറാണ്, എനിക്കിവിടുത്തെ നിയമമൊന്നും ബാധകമല്ല. കാരണം എൻ്റെ തലയ്ക്ക് മുകളിലിരിക്കുന്നവർ നിയമം പാലിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിന് നിയമം പാലിക്കണം? ഇവിടുത്തെ കളക്ടർ എന്ന് പറയുന്നത് ഒരു സാധാരണ പൗരനാണ്, ഒരു ജില്ലയുടെ അധികാരി എന്നുള്ളതിനപ്പുറം അയാളും ഒരു സാധാരണ പൗരനാണ്. എല്ലാ നിയമങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പൗരനാണ് ഈ കളക്ടർ എന്ന് പറയുന്ന ആൾ. അല്ലാതെ ഈ കളക്ടർക്ക് കൊമ്പൊന്നുമില്ല. ഈ നിയമം തെറ്റിക്കാൻ വേണ്ടി MVDയുടെ ലിസ്റ്റിൽ എവിടെയെങ്കിലും കളക്ടർമാർക്ക് പിന്നെ നിയമം തെറ്റിക്കാം, അല്ലെങ്കിൽ പോലീസിൻ്റെയോ റോഡ് അതോറിറ്റിയുടെ ഏതെങ്കിലും പിന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ടോ കളക്ടർമാർക്ക്? അല്ലെങ്കിൽ ഈ ചുമന്ന ബോർഡ് വെച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവർക്ക് ഈ പിന്നെ ഇത് തെറ്റിക്കാൻ ഹൈക്കോടതി ജഡ്ജി വരെ, എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എറണാകുളത്ത് ഹൈക്കോടതി ജഡ്ജി വരെ സിഗ്നൽ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ഹൈക്കോടതി ജഡ്ജിക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇവിടുത്തെ സബ് കളക്ടർക്കുള്ളത്? അങ്ങനെ പ്രിവിലേജിൻ്റെ കാര്യം പറയണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇവിടുത്തെ സബ് കളക്ടർക്കുള്ളത്? അപ്പോൾ ഹൈക്കോടതി ജഡ്ജി പോലും നിയമം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സാധാരണക്കാരൻ, കാരണം അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ നിയമം തെറ്റിച്ചാൽ എൻ്റെ പുറകിൽ വരുന്നവൻ, അദ്ദേഹം നിയമം തെറ്റിച്ചല്ലോ, അപ്പം ഞാനും അദ്ദേഹത്തെ പോലൊരു ആളല്ലേ, എനിക്കെന്തുകൊണ്ട് നിയമം തെറ്റിച്ചൂടാ? അപ്പോൾ ആ ചിന്ത ഉണ്ടാകരുത്. നമ്മൾ വേണം അവർക്ക് മാതൃകയാകാൻ എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ്
അവർ ആ സിഗ്നലിൽ കിടന്ന് പിന്നെ സിഗ്നൽ പച്ച ലൈറ്റ് കത്തുമ്പോൾ പോകുന്നത്. ഇവിടെ കളക്ടർ ചിന്തിക്കുകയാണ്, ഞാനാണ് ഇവിടുത്തെ വലിയ ആള്, ഇവന്മാരൊക്കെ ചീള് കേസുകൾ, പുറകെ കുറേ ബസ്സുകാർ, ടൂ വീലർ, കാറ്, കുറേ യാത്രാ വാഹനങ്ങൾ നിൽപ്പുണ്ട്. ഇവരൊക്കെ എന്ത് ചീള് കേസുകൾ, ഇവന്മാരൊക്കെ ആര്, ഞാൻ പോയി ചോദിക്കാൻ ഇവിടെ ആരിയ്ക്കുന്നു? ഇത് വേറെ ആരെങ്കിലും കണ്ട ക്യാമറയിൽ പതിഞ്ഞാൽ അപ്പം പെറ്റിയടിക്കുക സാധാരണക്കാരനാണെങ്കിൽ. ഇനി മറ്റാരെങ്കിലും ആണെങ്കിൽ അപ്പം തന്നെ MVD അവൻ്റെ വീട് അന്വേഷിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് കേസെടുത്ത് സമൻസ് കൊടുത്ത് പെറ്റി അടിച്ച്, പിന്നെ പെറ്റി അടയ്ക്കാൻ സമയമില്ലെങ്കിൽ അത് കോടതിയിലാവും, പിന്നെ കോടതിയിൽ ചെന്ന് പെറ്റി അടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരനെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാമോ അതിൻ്റെയൊക്കെ അങ്ങ് അറ്റം MVD ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പോലീസുകാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ കളക്ടർക്ക് ബാധകമല്ലേ ഏമാമാരെ? നിങ്ങൾ ഈ വലിയ വർത്താനവും വായിലെ വലിയ നാക്കൊക്കെ ഇട്ട് സാധാരണക്കാരനെ നെഞ്ചത്ത് കയറിയിരുന്ന് തുള്ളുമല്ലോ. ഈ ചില ന്യൂജൻ ആമ്പിളരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ചൊറിച്ചിലും കടികളും പ്രശ്നങ്ങളും ആണല്ലോ. നിങ്ങളിപ്പോൾ കേരളത്തിലെ ഗതാഗത സംവിധാനത്തെ അങ്ങ് നന്നാക്കി കളയാമെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങളിവിടെ പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. എന്താ കളക്ടറെ കാണുമ്പോൾ മുട്ട് വിറയ്ക്കുന്നുണ്ടോ? കളക്ടറെ കയറി പോയ വണ്ടിക്ക് പെറ്റിയടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ മുട്ട് വിറയ്ക്കുന്നുണ്ടോ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഭയമില്ലെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഒരു ലോറിക്കാരൻ്റെ കരണത്തടിച്ചതിന് ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഉണ്ടായ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ബാധകം. ഗണേഷ് കുമാർ മന്ത്രിയോടാണ്, മന്ത്രിക്ക് ധൈര്യമുണ്ടോ? മന്ത്രി സബ് കളക്ടറുടെ ഈ ഒരു നിയമലംഘനത്തിനെ പെറ്റിയടിക്കാനും സബ് കളക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മന്ത്രിക്ക് ധൈര്യമുണ്ടോ? റെഡ് സിഗ്നൽ തെറ്റിച്ച് അല്ലെങ്കിൽ റെഡ് സിഗ്നൽ കിടക്കുമ്പോൾ വാഹനം എടുത്തുകൊണ്ട് പോയതിന് കളക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറിന് ധൈര്യമുണ്ടോ? ഇതാണ് ചോദ്യം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആ കളക്ടർക്കെതിരെ? കോട്ടയം മനോരമ ജംഗ്ഷനിലാണ് ഈ സംഭവം നടന്നത്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ കളക്ടറുടെ ഏത് കളക്ടറാണെന്നും ആ വാഹനത്തിൻ്റെ നമ്പർ നോക്കിയാലും കൃത്യമായി മനസ്സിലാകും. KV ഗണേഷ് കുമാറിന് ധൈര്യമുണ്ടോ ആ കളക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് പൊതുജനത്തിന് മുന്നിൽ ഞങ്ങളിതാ കളക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഇവിടെ കളക്ടറെന്നോ ഉന്നത ഉദ്യോഗസ്ഥരെന്നോ ഒന്നുമില്ല, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, അതുകൊണ്ട് ആര് നിയമം തെറ്റിച്ചാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്കുറപ്പോടെ അത് ചെയ്യാൻ കേരളത്തിൻ്റെ ഗതാഗത മന്ത്രിക്ക് ചങ്കുറപ്പുണ്ടോ? ധൈര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് MVDയെയും പോലീസിനെയും പോലെയുള്ളവരെ, വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ പോലുള്ളവരെ ഒക്കെ എടുത്തിട്ട് സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിക്കാനേ നിങ്ങൾക്ക് പറ്റൂ. അല്ലാതെ വലിയ വലിയ ആളുകളുടെ അടുത്ത് പോയാലേ പണി വാങ്ങിക്കൂട്ടും. അതുകൊണ്ട് മന്ത്രിക്ക് ധൈര്യം കാണില്ല. മന്ത്രി പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇതൊക്കെ സാധാരണക്കാരന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്.